just happened. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേശാണ്. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണത്തെ ക്രിസ്മസ് നമ്മൾ ഇവിടെയാണ് അടിച്ചു പൊളിക്കാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, അതായത് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്ന. എന്തായാലും തിരക്ക് ഒരു രക്ഷയും കാണത്തില്ല ഗൈസ്, കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അത്രയും തിരക്കായിരിക്കും. പക്ഷെ നമുക്കൊന്ന് മാക്സിമം നോക്കാം. പിന്നെ മാത്രമല്ല ഗൈസ്, ഞാൻ ഈ സാധനമൊക്കെ വെച്ച് നിൽക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് പനി, ജലദോഷം, തൊണ്ടവേദന എല്ലാം ഉണ്ട് ഗൈസ്. കറക്റ്റ് സമയത്തിനാണ് ഇത് വന്നത് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ നാളെ വിട്ടു കൊടുക്കത്തില്ല, നമ്മൾ എങ്ങനെയും വീഡിയോ എടുത്തിരിക്കും ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. പിന്നെ നമ്മുടെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ എന്തായാലും പോകും കേട്ടോ. ഗൈസ്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ അപ്പാർട്ട്മെന്റ് തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ. എൻ്റെ ബാക്ക് കണ്ടോ, കിഡിലം വ്യൂ എന്ന് പറഞ്ഞാൽ കിഡിലം വ്യൂ ആണ്. നേരത്തെ ഇവിടെ ഫയർ വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൽവാരിപേട്ട റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെയാണ് ഞാനൊരു അപ്പാർട്ട്മെന്റ് സെറ്റാക്കി എടുത്തത്. നിങ്ങൾക്ക് ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു കംപ്ലീറ്റ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ വരുന്ന സമയത്ത് അവിടേക്ക് പോയിട്ട് അതൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നാളത്തേക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഹെൽത്തൊക്കെ ഓക്കെ ആകണം നാളത്തേക്ക്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും കിടക്കാൻ പോവാണ്. നമുക്ക് നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിലോട്ടാണ്. ഇപ്പോൾ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ബൈക്കിലാണ് നമ്മൾ പോകുന്നത്. അതാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞത്. ഏകദേശം 100 റുപ്പീസ് സംതിങ് ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൽവാരിപേട്ട റോഡാണ്. ഇതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. ബാക്കിൽ കാണുന്നതാണ്, ഇവിടെയാണ് ഞാൻ താമസിച്ചത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്റ്റേ ആയിരുന്നു ഗൈസ്. വൈറ്റ് സിറ്റി എന്നാണ് നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബൈക്ക് ചേട്ടനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളി ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. Location It's okay, so no problem. You can OTP only. OTP 4000. Okay. Tipu Sultan Summer Palace है ना? Yes. It's the city market location. City market. Okay. ക്ലൈമറ്റ് ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. രാത്രി കുറച്ചുകൂടെ തണുപ്പാണ്. ഇപ്പോൾ 10 മണിയായി, 10 മണി കഴിഞ്ഞാണ്. ഇപ്പോഴും ഒരു 20 ഡിഗ്രി 19 ഒക്കെയാണ് കേട്ടോ ആ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. YouTube blogger है? ബ്ലോഗറെ. ठीक है. അപ്പോ പുള്ളി ചോദിക്കാം ബ്ലോഗറാണോ എന്നൊക്കെ. ഓ മേ കേരള. എൻ്റെ ഹെൽമെറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് വച്ചുകൊണ്ടിരിക്കുന്ന പാട് എനിക്ക് അറിയാം ഗൈസ്. പറന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹെൽമെറ്റ് ഞാൻ കാണുന്നത്. തൊപ്പി കണക്കാണ് ഹെൽമെറ്റ് ഇരിക്കുന്നത്. പമ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് എണ്ണ അടിക്കണമെന്ന് പറഞ്ഞ് പമ്പിൽ കയറിയിരിക്കുകയാണ്. 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളിത് നമ്മുടെ ടിപ്പു സുൽത്താൻ പാലസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻട്രൻസ് എനിക്ക് തോന്നുന്നു അപ്പുറത്തെ വഴിയായിരിക്കും. പോയി നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടുത്തെ പേയ്മെന്റ് രീതി എന്ന് പറയുന്നത് നമ്മളൊരു QR ഉണ്ട്. ആ QR സ്കാൻ ചെയ്ത് നമ്മുടെ ID ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫയൽ ഇട്ട് ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് അവരെ കാണിക്കണം. അപ്പോൾ അതാണ് പ്രൊസീജിയർ. അപ്പോൾ അല്ലാതെ നമ്മൾ വന്നിട്ട് ക്യാഷ് കൊടുത്ത് 20 റുപ്പീസേ ഉള്ളൂ. പക്ഷെ വന്നിട്ട് ക്യാഷ് കൊടുത്ത് നമുക്ക് ടിക്കറ്റ് മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വന്നിട്ട് അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്തായാലും ഞാനിപ്പോൾ എൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കാണിച്ചിട്ട് അകത്തേക്ക് കയറാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാമറ അലോഡ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും മൊബൈലിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സമ്മർ പാലസ് എന്ന് പറയുന്നത് കേട്ടോ. ടിപ്പു സുൽത്താൻ തൻ്റെ വേനൽക്കാല വസതിയായി ഉപയോഗിച്ച കൊട്ടാരമാണിത്. ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു മനോഹരമായ കൊട്ടാരം. പഴയ കാലത്തെ ആയുധങ്ങളും മറ്റും ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഷൂട്ട് ചെയ്യുന്നതിൽ പരിമിതികളുണ്ടായിരുന്നു. ഈ കൊട്ടാരം കൂടുതലും തേക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
ഗൈസ് അപ്പോൾ ഞാൻ എന്തായാലും പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ നമുക്കവിടെ വീഡിയോസ് എടുക്കുന്നതിന് ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ക്യാമറ അകത്തോണ്ട് കയറാൻ പറ്റിയില്ല. അകത്തോണ്ട് കയറാൻ പറ്റി, പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല ക്യാമറ വെച്ചിട്ട്. അപ്പോൾ കാണിക്കുന്ന വിഷ്വൽസ് എല്ലാം ഞാൻ മൊബൈലിലെടുത്ത വിഷ്വൽസ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഗൈസ് അപ്പോൾ നമ്മുടെ സമ്മർ പാലസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ബാംഗ്ലൂർ ഫോർട്ട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നടന്നൊരു 400 മീറ്ററേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന് നടക്കാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ബാംഗ്ലൂരിലെ ഒരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ബസ് സ്റ്റോപ്പിൻ്റെ മണ്ടയിൽ കംപ്ലീറ്റ് ഇതേ പൂത്തൊലഞ്ഞിരിക്കുന്ന ബൊഗെയിൻ വില്ലയാണ് നിങ്ങൾ കാണുന്നത്. ഗൈസ് കുറച്ചൊക്കെ വാടിപ്പോയി കേട്ടോ, ഇല്ലെങ്കിൽ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഈ ഒരു റോഡിൻ്റെ പേര് കൃഷ്ണ രാജേന്ദ്ര റോഡെന്നാണ്. അപ്പോൾ ഈ റോഡിൽ കൂടെ ഒരു 400 മീറ്റർ നമുക്ക് നടന്നാൽ മതി കേട്ടോ. നമുക്ക് ബാംഗ്ലൂർ ഫോർട്ടിലെത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ ഫോർട്ട്. അപ്പോൾ നമ്മുടെ ടിപ്പു സുൽത്താൻ പാലസിൽ നിന്ന് ബാംഗ്ലൂർ ഫോർട്ടിലേക്ക് ഒരു 500-600 മീറ്ററേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് നടന്നെത്താന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ടിപ്പു സുൽത്താൻ പാലസ് വരുന്നവർക്ക് ഈസി ആയിട്ട് ഇവിടെയും കൂടെ വന്നിട്ട് പോകാം കേട്ടോ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഗൈസ്, ഇവിടെയും നമുക്ക് ക്യാമറ അലൗഡ് അല്ല എന്നാണ് ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടൻ പറഞ്ഞത്. ഇവിടെയും മൊബൈൽ വെച്ച് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും നോക്കാം. ഗൈസ് ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും കാണുന്നത് ഇങ്ങനൊരു വീട് പോലൊരു സംഭവമാണ് കേട്ടോ. ഇത് എനിക്കറിയില്ല, ഇതിങ്ങനെ അടച്ചിട്ടേക്കാണ്. എന്താണ് സംഭവം എന്ന്, വീടാണോ അമ്പലമാണോ? ഇത് ഫ്രണ്ടിൽ ഒരു സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് അമ്പലമായിരിക്കും. എന്തായാലും ഇത് പൂട്ടിയിട്ടേക്കാണ്, എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഇതാണ് നമ്മുടെ ഒരു കോട്ട. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കവാടം വരുന്നുണ്ട്. ഈ കവാടത്തിനുള്ളിലൂടെ നമുക്ക് പോകാം കേട്ടോ. ഇങ്ങനെ പൂട്ടിയിട്ടേക്കാണ്. ഇതാണ് ഗൈസ് ആ ഒരു കോട്ട. ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ ഫോർട്ട് കാണാൻ വന്നപ്പോഴത്തേക്കും കുറച്ച് ഫ്രണ്ട്സിന് നമുക്ക് കിട്ടിയിരിക്കാനായിട്ടോ. അപ്പോൾ നമുക്ക് ഇവരെ പരിചയപ്പെടാം. പഠിച്ചേ സൂഫി ആക്ച്വലി ബാംഗ്ലൂരിനാണ്. ഈ ബാംഗ്ലൂർ യലഹങ്ക. ഓക്കെ, യലഹങ്ക എന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നപ്പോൾ പുള്ളി വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് എനിക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കേരള ഇസ് എ നൈസ് പ്ലേസ് ആക്ച്വലി. യു ക്യാൻ കം ദേർ ആൻഡ് if you come please contact me, I'll be there. Okay. Can I get a number? Yeah, sure. Visited Kerala many times. Okay. Like in Wayanad, Munnar. Wayanad, Munnar. These are there are so many places like Munnar, Wayanad, and I'm from Trivandrum. Oh, Trivandrum. Yeah, the main city actually. Yeah. The capital city of Kerala. അപ്പോൾ ഗൈസ് അപ്പോൾ അവർക്ക് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് നടന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ കോട്ട. ഈ കോട്ട 1537 മണ്ണ് കൊണ്ട് നിർമ്മിച്ചതാണ്. കെമ്പഗൗഡ ഒന്നാമനായിരുന്നു കോട്ട നിർമ്മിച്ചത്. പിന്നീട് ഈ കോട്ട കല്ലുകൊണ്ട് പുതുക്കി പണിയുകയായിരുന്നു. 1 മൈൽ ചുറ്റളവിൽ തീർത്ത കോട്ടയുടെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. അതിൻ്റെ 5% മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഗൈസ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. കട്ട് ഫ്രൂട്ട്സ് ആണ്, 30 രൂപയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ മേടിച്ച് കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. ഗൈസ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയത്തിലാണ്. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഗവൺമെൻറ് മ്യൂസിയം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും കയറി നോക്കാം. ടിക്കറ്റ് എടുക്കണം ഗൈസ്, തിരക്കുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ക്യാമറ അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഗൈസ് അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറി. ടിക്കറ്റ് ചാർജ് വരുന്നത് 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. അപ്പോൾ ക്യാമറയുടെ കാര്യം ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ചുറ്റി നടന്നെല്ലാം കാണാം. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് കേട്ടോ. ഗൈസ് അപ്പോൾ ഇതാണ് എൻജിൻ ഹാള്.
അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. കൈയും കാലൊക്കെ ഇട്ടടിക്കുന്ന ഡിനോസർ. റൈറ്റ് ബ്രദേഴ്സിന്റെ എയ്റോപ്ലെയിൻ ഉണ്ട് കേട്ടോ ഇവിടെ. 1903 എഴുതി വെച്ചിട്ടുണ്ട്. VITM 1962 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത്. ശ്രീ വിശ്വേശ്വരയ്യ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന പല കാര്യങ്ങളുടെ പിന്നിലും ഒരു സയൻസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. സ്റ്റുഡൻസ് ഒരു തവണയെങ്കിലും ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. തിയറിയിലൂടെയല്ല, പ്രാക്ടിക്കൽ സെഷൻസിലൂടെ പല പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗൈസ്, അപ്പോൾ ഇതൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഗ്ലൈഡർ പറപ്പിക്കാം. ഇതിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് പറപ്പിക്കാം കേട്ടോ. 60 രൂപയാണ്. ഇതിപ്പോൾ ഇവിടെ ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. 60 രൂപയാണ്. അപ്പോൾ പിള്ളേരൊക്കെ നമുക്ക് ഇതിൽ കയറിയിട്ടേ ഇതാണ് ഗ്ലൈഡർ. ഇതിങ്ങനെ നമുക്ക് പറപ്പിക്കാം കേട്ടോ. അത് അടിപൊളിയായിരുന്നു. ഗൈസ്, ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ട് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരെയൊക്കെ ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, സ്റ്റുഡൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ പഠിക്കുന്നതായിക്കോട്ടെ, ഫ്യൂച്ചറിൽ പഠിക്കുന്നതായിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ബൈ പ്രാക്ടിക്കൽ ചെയ്തവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഈവൻ ചെറിയ ഓരോ കാര്യങ്ങളുടെ മെക്കാനിസം അവർ പറയുന്നുണ്ട്. നമ്മുടെ ഈ സീറ്റ് ബെൽറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ അതിൻ്റെ മെക്കാനിസം ഒക്കെ നമ്മൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ചെയ്ത് മനസ്സിലാക്കി ഇവിടെ നിന്ന് പോകാൻ പറ്റും കേട്ടോ. ഭയങ്കര അടിപൊളി സംഭവമാണ്. 100 രൂപയ്ക്ക് എന്തായാലും വെർത്താണ്. പിന്നെ കുറേ സമയമെടുത്ത് കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ. എനിക്കൊന്നും ഒരു അര ദിവസത്തിൽ കൂടുതൽ നമുക്കിവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എന്തായാലും പെട്ടെന്ന് കണ്ടിറങ്ങി ഗൈസ്. ഇനി നേരെ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗവൺമെൻറ് മ്യൂസിയം കേട്ടോ. വിശ്വേശ്വരയ്യ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് വിധാൻസൗധ കാണാനാണ്. ക്യൂബോൺ പാർക്കിനോട് ചേർന്നാണ് ഈ മ്യൂസിയം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർക്കിലൂടെ നടന്ന് നമുക്ക് വിധാൻസൗധയിലേക്ക് പോകാൻ സാധിക്കും. ഈ പാർക്ക് ഏക്കർ കണക്കിന് അങ്ങോട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കൈസ്. നമുക്ക് ഒരുപാട് നടക്കാം, ഇവിടെയൊക്കെ പോയി ഇരിക്കാം. ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തണലൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതാണ് ഗൈസ് ക്യൂബോൺ പാർക്ക്. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്യൂബോൺ പാർക്കിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കറങ്ങി അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഫ്രണ്ട് സൈഡിലോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ്. നമുക്ക് വിധാൻസൗധ കാണാൻ പോവാം. ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹൗ മച്ച്? 30 rupees. ഗൈസ്, അങ്ങനെ നമ്മളിതാ ഫേമസ് ആയിട്ടുള്ള വിധാൻസൗധയിൽ എത്തിയിരിക്കുകയാണ്. ഡോക്ടർ BR അംബേദ്കർ സ്റ്റേഷൻ വിധാൻസൗധ എഴുതി വെച്ചിട്ടുണ്ട്. ബിൽഡിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. കിടിലം ബിൽഡിംഗ് ആണ്. ഇതാ ഒരുപാട് പേര് ഫോട്ടോസും റീലൊക്കെ ഇടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ ഫേമസ് സ്ഥലമാണ് വിധാൻസൗധ. നമുക്ക് എന്തായാലും അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോകാം ഗൈസ്. ക്രോസ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം. 1956 പണി കഴിപ്പിച്ച ബിൽഡിംഗ് ആണ് കേട്ടോ. ലെജിസ്ലേറ്റീവ് ബിൽഡിംഗ് ആണ്. ഡോക്ടർ BR അംബേദ്കർ റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ വിധാൻസൗധ ഉള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഭയങ്കര ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡിലെ ആർക്കിടെക്ചറാണ്. അംബേദ്കറിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ.
ഗൈസ് കണ്ടില്ല, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ത്രിവർണ്ണ പതാക അങ്ങനെ പാറി കളിക്കുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്, ഗവൺമെന്റ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല കിടിലം 2 സ്റ്റാച്യൂസ് ഫ്രണ്ടിൽ നിൽപ്പുണ്ട് കേട്ടോ. എവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. വിധാൻസൗധയിൽ നിന്ന് നേരെ പോയത് ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യയിലാണ്. മോളിൽ എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പെട്ടു. റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു. വലിയ ക്രിസ്മസ് ട്രീയും മനോഹരമായ ലൈറ്റൊക്കെ ഇട്ട് മോൾ ഡെക്കറേറ്റ് ചെയ്തിരുന്നു. മാത്രമല്ല ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടി പ്രത്യേകം ഷോപ്പുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഗൈസ് മോളിനുള്ളിൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് ഏതെങ്കിലും ഒരു മോളിൽ പോയില്ലെങ്കിൽ അത് മോശമല്ലേ. അതുകൊണ്ടാണ് ഫീനിക്സ് മോളിൽ വന്നത്, മോൾ ഓഫ് ഏഷ്യയിൽ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കാല് കുത്താനായിട്ട് ഇടമില്ല ഗൈസ്, അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോകാൻ പോകുന്നത് നേരെ ബ്രിഗേഡ് റോഡിലാണ് കേട്ടോ. ബ്രിഗേഡ് റോഡിലും ചേർച്ച് സ്ട്രീറ്റിലൊക്കെ പോകണമെന്നുണ്ട്. അപ്പം അവിടെ കാല് കുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇങ്ങോട്ട് വന്നപ്പോഴേ ഭയങ്കര തിരക്കായിരുന്നു. ഏകദേശം 1.5-1.25 മണിക്കൂർ ഞാൻ ബൈക്കിൽ ഇരുന്നിട്ടാണ് ഞാനിവിടെ എത്തിപ്പെട്ടത് കേട്ടോ. അപ്പോൾ അറിയില്ല, ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട്. ഗൈസ് അപ്പോൾ സമയം 7:30 ആയിരിക്കുകയാണ്. ഞാനിപ്പോൾ ചർച്ച് സ്ട്രീറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തിരക്കൊന്ന് കാണേണ്ട തന്നെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ബാംഗ്ലൂർ വന്നത് ഈ ഒരു ചർച്ച് സ്ട്രീറ്റും അതുപോലെ ബ്രിഗേഡ് റോഡൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചർച്ച് സ്ട്രീറ്റ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്നുള്ളത്. ചർച്ച് സ്ട്രീറ്റിലെ വൈബ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഒരുപാട് മോളുകൾ, അതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകൾ, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ വന്നാൽ നമ്മുടെ ഷോപ്പിങ്ങും ഫുഡടിയും പിന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു വൈബ് എല്ലാം നമുക്ക് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാൻ പറ്റും. മെയിൻലാൻഡ് ചൈന എന്ന് പറഞ്ഞിട്ട് നല്ല ചൈനീസ് ഡിഷസ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ പരിപാടിയുണ്ട്. ഗൈസ് അപ്പോൾ ഞാനും മേടിച്ചു സ്ട്രോബെറി ചോക്ലേറ്റ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം മേടിച്ച് കഴിക്കുന്നത്. എന്തായാലും എനിക്ക് വൈബ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതൊരു സ്വീറ്റാണ്, ബീഡയാണ്. നമ്മൾ ലഞ്ചിനൊക്കെ ശേഷം നോർമലി ഇവിടെ ഉള്ള ആൾക്കാർ കഴിക്കുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ സാധനം മേടിച്ചുകൊണ്ട് എനിക്കിത് മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് നേരെ ഇനി പോകുന്നത് ബ്രിഗേഡ് റോഡിലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ എന്താണ് ഉള്ളതെന്നും കൂടെ നോക്കാം ഗൈസ്. അപ്പോൾ സ്ട്രീറ്റിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ മെട്രോ ഉണ്ട് കേട്ടോ. ഇതാണ് മെട്രോ സ്റ്റേഷൻ. നമുക്ക് മെട്രോയിൽ കയറി വേണമെങ്കിൽ പോകാം കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും ഈ ഒരു ഒറ്റ സ്ട്രെച്ചിന് തന്നെ ഉണ്ട് കേട്ടോ. ഏത് ബ്രാൻഡിനുള്ളോ കയറാം.
ലിവൈസ് തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ്. ഫിറ്റിന്റെ ബ്രാൻഡ് ആയിക്കോട്ടെ, അതുപോലെ മോത്തിന്റെ ബ്രാൻഡ് ആയിക്കോട്ടെ, എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഈ യാത്രയിൽ എൻ്റെ ഹെൽത്ത് വളരെ മോശമായി പോയി ഗൈസ്. നല്ല പനിയും തൊണ്ടവേദനയും ജലദോഷവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്ന് എനിക്കിതൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും സാധിച്ചു. നല്ല ചൂട് കോഫിയും കുടിച്ചിട്ട് ബ്രിഗേഡ് റോഡിൽ നിന്ന് ഞാൻ നേരെ പോയത് റൂമിലേക്കാണ്. ബാംഗ്ലൂരിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.